നീലഗിരി കുന്നുകളുടെ സൗന്ദര്യം നുകരാൻ നമ്മൾ ആദ്യം തേടുന്നത് ഊട്ടിയെയാകും. എന്നാൽ ഊട്ടിയുടെ തിരക്കുകളിൽ നിന്ന് മാറി കോടമഞ്ഞ് പുതച്ചുറങ്ങുന്ന ഒരു സുന്ദരമായ ഗ്രാമമുണ്ട്. കോത്തഗിരി. പ്രകൃതി അതിന്റെ എല്ലാ വശ്യതയും വാരിവിതറിയ ഒരിടം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1800 മീറ്റർ ഉയരത്തിൽ സ്ഥിതിചെയ്യുന്ന കോത്തഗിരി നീലഗിരിയിലെ ഏറ്റവും പഴയ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ്. ഊട്ടിയിലെ തണുപ്പിനേക്കാൾ ഉപരിയായി ശരീരത്തിന് കുളിർമയേകുന്ന സുഖകരമായ കാലാവസ്ഥയാണ് ഇവിടുത്തെ പ്രത്യേകത. ബ്രിട്ടീഷുകാർ തങ്ങളുടെ വേനൽക്കാല വസതിയായി ഇവിടം തിരഞ്ഞെടുത്തതിൽ അത്ഭുതപ്പെടാനില്ല. കോത്തഗിരിയിലെ കാഴ്ചകളിൽ പ്രധാനം കാതറൻ വെള്ളച്ചാട്ടമാണ്. 2 തട്ടുകളിലായി ആർത്തലച്ചു വീഴുന്ന ഈ ജലധാര കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ്. കിലോമീറ്ററുകൾ ദൂരെ നിന്നുള്ള ഇതിന്റെ കാഴ്ച മനസ്സിനെ ഒന്ന് തണുപ്പിക്കും. ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത് വഴിയോരങ്ങളിലെ ചെറിയ പെട്ടിക്കടകളാണ്. തമിഴ്നാടിന്റെ തനതായ രുചികൾ വിളമ്പുന്ന ഈ ചെറിയ കടകൾ മലയാളിക്ക് പുതിയൊരു രുചി ലോകം തന്നെ തുറന്നുതരും. കോടമഞ്ഞ് പുതച്ച ഈ തണുപ്പിൽ വഴിയോരത്തെ കടകളിൽ നിന്ന് ലഭിക്കുന്ന ചൂട് മേട്ടുപ്പാളയം ബജ്ജിയും മസാല ചായയും ഒന്ന് പരീക്ഷിച്ചു നോക്കേണ്ടത് തന്നെയാണ്. തോട്ടങ്ങളിൽ നിന്ന് നേരിട്ട് പറിച്ചെടുത്ത ഫ്രഷ് ക്യാരറ്റുകളും പീച്ച് പഴങ്ങളും ഇവിടെ സുലഭമാണ്. കൃത്രിമത്വമില്ലാത്ത നാടൻ രുചികൾ തേടുന്നവർക്ക് കോത്തഗിരി പാതയിലെ ഈ കൊച്ചുകടകൾ ഒരു വലിയ വിരുന്ന് തന്നെയാണ് ഒരുക്കുന്നത്. ഇനി നമുക്ക് കൊടനാട് വ്യൂ പോയിന്റിലേക്ക് പോകാം. കണ്ണിനു എത്താദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മൊട്ടക്കുന്നുകളും താഴെ ഒഴുകുന്ന ഭവാനിപ്പുഴയും പച്ചപ്പും ചേർന്നൊരുക്കുന്ന ആ കാഴ്ച ഏതൊരു സഞ്ചാരിയെയും വിസ്മയിപ്പിക്കും. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഇവിടുന്ന് കർണാടകയുടെ അതിർത്തി വരെ കാണാൻ സാധിക്കും. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള കാൽനടയാത്രയാണ് കോത്തഗിരിയുടെ യഥാർത്ഥ അനുഭവം. എങ്ങോട്ടു നോക്കിയാലും പച്ചപ്പട്ടു വിരിച്ച കുന്നുകൾ. ഇവിടുത്തെ തോട്ടങ്ങളിൽ വിളയുന്ന ചായയുടെ മണം കാറ്റിൽ തങ്ങിനിൽക്കുന്നുണ്ടാകും. ട്രെക്കിങ്ങിനെ പ്രണയിക്കുന്നവർക്കും നഗരത്തിലെ ബഹളങ്ങളിൽ നിന്ന് മാറി ഏകാന്തത ആഗ്രഹിക്കുന്നവർക്കും കോത്തഗിരി ഒരു സ്വർഗ്ഗമാണ്. മഞ്ഞ് പെയ്യുന്ന വൈകുന്നേരങ്ങളിൽ ഒരു കപ്പ് ചൂട് ചായയും കുടിച്ച് ഈ കുന്നിൻ ചെരുവിലിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞുപോകും, പ്രകൃതി ഇത്ര സുന്ദരിയായിരുന്നോ. ഊട്ടി യാത്രകളിൽ നിങ്ങൾ ഇതുവരെ കോത്തഗിരിയെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത യാത്ര ഇങ്ങോട്ടാകട്ടെ.